വീണ്ടും ആ മുറിയിൽ കയറി ദൈവസ്വരം ശ്രവിക്കുന്നതിനായി കാതോർക്കുക. ഈശോ തന്നെ മണിക്കൂറുകളോളം ഏകാന്ത പ്രാർത്ഥനയിൽ ദൈവസ്വരം, പിതാവിൻ്റെ ശബ്ദം ശ്രവിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. ഈശോയെ എന്നോട് സംസാരിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണമേ. ലയിച്ചിരുന്ന് ശാന്തമാകുക. നമ്മളൊന്നും അങ്ങോട്ട് പറയരുത്. സ്നേഹിക്കുക. ഈശോയെ ഞാനങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങനെ ആ സ്നേഹത്തിൻ്റെ ലയനത്തിൽ ആയിരിക്കുമ്പോൾ വളരെ ചെറിയ സ്വരത്തിൽ കേൾക്കും. എൻ്റെ വാക്കുകൾ സ്വയമേവ സംസാരിക്കുന്നതല്ല, എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവേ, ദൈവസ്വരം ശ്രവിക്കുന്നതിന് പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു വേസ്റ്റ് അല്ലെന്ന്, സമയം വേസ്റ്റായി എന്ന് വിചാരിക്കരുത്. പരിശുദ്ധ പിതാവ് പറയാറുണ്ട്, ഗോ ആൻഡ് വേസ്റ്റ് യുവർ ടൈം ഇൻ ഫ്രണ്ട് ഓഫ് ദ ലോർഡ് എന്ന്. പോപ്പ് ഫ്രാൻസിസ് പറയണാണ്, ഗോ ആൻഡ് വേസ്റ്റ് യുവർ ടൈം ഇൻ ഫ്രണ്ട് ഓഫ് ദ ലോർഡ്. നമ്മൾ വേസ്റ്റാണെന്ന് അത് വെറുതെ ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കും. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നത് അതാണ്, പ്രൈസ് ദ ലോർഡ് പറയാൻ. ഇപ്പം നമ്മളിനി വേറെ ഒന്നും പറയുന്നില്ല. ഈ സ്വരം ശ്രവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് പറഞ്ഞാൽ നല്ലതാണ്. അത് മാത്രം പറയട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിൽക്കാൻ എനിക്ക് ഒത്തിരി ഭയമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഭയം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സാക്ഷ്യങ്ങളൊന്നും പറയാതിരുന്നത്. ഇപ്പോൾ കർത്താവ് എനിക്ക് കൂടുതലൊരു വന്നിവിടെ ഒന്ന് പറയണം എന്നുള്ളൊരു ബോധ്യം എനിക്ക് തരുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഇന്ന് രാവിലെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ സ്തുതിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറയുന്നത് പോലെ, പിതാവ് എന്നോടുകൂടെ, പുത്രൻ എന്നോടുകൂടെ, സ്വർഗരാജ്യവും എന്നിൽ തന്നെ എന്നുള്ള ആ പാട്ട് അതെപ്പോഴും എന്നിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം അത് പറഞ്ഞപ്പോൾ അബ്രഹാത്തിന് കർത്താവ് കൊടുത്ത വിശ്വാസം, അബ്രഹാത്തിൻ്റെ വിശ്വാസം കൊണ്ട് ഇസഹാക്കിന് ബലി കഴിക്കാനായിട്ട് താബോർ മലയിൽ, മോറിയ മലയിലേക്ക് പോയപ്പോൾ മകൻ ചോദിച്ചപ്പോൾ ആ മകനെ കൊണ്ടുപോകാനുണ്ടായ ധൈര്യം, ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് എൻ്റെ മകനെ ഉയർപ്പിക്കും എന്ന ആ ഉറപ്പിലാണ്
വാർദ്ധക്യത്തിൽ കിട്ടിയ മകനെ ബലി കഴിപ്പിക്കാൻ കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ തുടിച്ചുകൊണ്ടിരുന്നു. കർത്താവെ, അബ്രഹാത്തിന് കൊടുത്ത വിശ്വാസം എനിക്ക് തരണമേന്ന്. ആ സമയത്ത് പെട്ടെന്ന് എനിക്കൊരു ബോധ്യം കിട്ടിയത്, ഞാനൊരു അനാഥാലയത്തിൽ നിൽക്കുകയാണ്. അവിടെയുള്ള ആത്മാക്കൾ, കർത്താവെ, അവിടെ ഒത്തിരി ആത്മാക്കളുണ്ട്, നാനാജാതി മതസ്ഥരുണ്ട്. അവർക്ക് വേണ്ടി അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവെ, അങ്ങ് തരുന്ന ഈ ഉറച്ച വിശ്വാസത്തിൽ ഞാൻ പോയി പ്രാർത്ഥിക്കുമ്പോൾ ആ ആത്മാക്കളെല്ലാം രക്ഷപ്പെടുമല്ലോ എന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടി. പെട്ടെന്ന് ആ ഒരു ഓർമ്മ എനിക്കുണ്ടായി. ഞാനിത് നിലമ്പൂർ എഫാത്തയിൽ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്ന വ്യക്തിയാണ്. ഫ്രാൻസിസ് ബ്രദറിനോട് ഇങ്ങനൊരു ആവശ്യം പറഞ്ഞിരുന്നു. ഹോസ്പിറ്റൽ മിനിസ്ട്രി തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രദറെ, അനാഥാലയത്തിൽ പോയി നമുക്കൊന്ന് പ്രാർത്ഥിച്ചാൽ അവിടെയുള്ള ആത്മാക്കൾ, ഒത്തിരി പേര് രോഗികളായിട്ടുള്ളവരുണ്ട്, ഒത്തിരി വിഷമിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ ആശ്വാസമാവും, സൗഖ്യമാവുമല്ലോ. കർത്താവ് ഫാത്തയിലൂടെ ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ, നമുക്ക് അവിടെ പോയാലോ എന്ന് ചോദിച്ചപ്പോൾ വത്സേ നന്നായിട്ട് പ്രാർത്ഥിക്കുക, കർത്താവ് അതിനൊരുക്കട്ടെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ഈ അബ്രഹാത്തിന് കൊടുത്ത വിശ്വാസത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഏത് അനാഥാലയത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണോ അത് പറഞ്ഞത്, അതേ അനാഥാലയം എന്നെ ഇങ്ങനെ കാണിച്ചു തന്നു കർത്താവ്. അപ്പോൾ ആ ഒരു ബോധ്യം, അവിടത്തേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനാണോ കർത്താവെ, അനാഥരായ മക്കൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനാണോ കർത്താവ് എനിക്ക് ഈ ബോധ്യം തന്നത് എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ അതേന്ന് ആ ഒരു തോന്നൽ വരുന്നുണ്ട്. ഇതിവിടെ പറയാനായിട്ട് കർത്താവിനെ അനുഗ്രഹിച്ചതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി.